ജയ്സാൽമീർ, ബാർമർ, ബിക്കാനീർ, ഫലോദി ഇവിടെ നിന്ന് ഇന്ന് ഉയരുന്നത് പള്ളികൾക്ക് നേരെ JCB യന്ത്രങ്ങളുടെ മാരകമായ മുരൾച്ചയാണ്. RSS ഭരണകൂടമായി മാറിയപ്പോൾ ബാബരിയിൽ തുടങ്ങിയ ആ അട്ടഹാസം ഇന്ന് രാജസ്ഥാന്റെ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് ആരാധനാലയങ്ങൾക്ക് മേൽ ഒരു പേ പിടിച്ച പട്ടിയെപ്പോലെ ചാടി വീഴുകയാണ്. ഇതൊരു സാധാരണ ഭരണ നടപടിയാണെന്ന് ആരും കരുതരുത്. ഇത് RSS ഭരണകൂടത്തിന്റെ ഇസ്ലാമോഫോബിക്കായ രാഷ്ട്രീയ അജണ്ടയുടെ കൃത്യമായ ആസൂത്രണത്തോടെയുള്ള വംശഹത്യാ പ്രവണതകളുടെ തുടർച്ചയാണ്. രാജ്യത്തിന്റെ അതിരുകൾ കാക്കുന്ന 1965-ലും 71-ലും സൈന്യത്തിന് കരുത്തായി നിന്ന തലമുറകളായി ഇവിടെ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഒരു ജനതയെ ഭയപ്പെടുത്തി ഓടിക്കാനാണ് ഈ ശ്രമം. ഓപ്പറേഷൻ ക്ലീൻ എന്ന് ചെല്ലപ്പേരിട്ട് അവർ വിളിക്കുന്ന ഈ ക്രൂരത സത്യത്തിൽ ഓപ്പറേഷൻ ഉന്മൂലനം തന്നെയാണ്. ഭരണഘടനയെയും സുപ്രീം കോടതി ഉത്തരവുകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് നിയമവാഴ്ചയെ തകർത്ത് ഒരു ജനതയുടെ വിശ്വാസത്തെ ഇല്ലാതാക്കാൻ ഭരണകൂടം നേരിട്ട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. പുറത്തു വന്ന രേഖകളിലേക്ക് നോക്കൂ. പള്ളികൾ പൊളിക്കാനുള്ള ഒരു നോട്ടീസ് നൽകുന്നതിൽ പോലും അവർ എത്രത്തോളം നീതികേടാണ് കാണിക്കുന്നത്. 11-ാം തീയതിയിട്ട നോട്ടീസ് 17-ാം തീയതി വൈകുന്നേരം വിതരണം ചെയ്യുന്നു. 18-ാം തീയതി മസ്ജിദുകളടക്കം പിടിച്ചെടുക്കുന്നു. വിശ്വാസ കേന്ദ്രങ്ങൾ തകർക്കാൻ മാത്രം ഇവിടെ എന്തൊരു വേഗതയാണ് കാണിക്കുന്നത്. ബിക്കാനീറിൽ 4 മസ്ജിദുകൾ, ഫലോദിയിലും ബാർമറിലുമായി 9ഓളം ആരാധനാലയങ്ങൾ ഇതിനകം തകർക്കപ്പെട്ടു. 100 കണക്കിന് പള്ളികൾ പൊളിക്കാനുള്ള നോട്ടീസുകൾ വേറെയും വിതരണം ചെയ്തു കഴിഞ്ഞു. മുസ്ലിം സംഘടനകളായ ജമിയത്തുൽ ഉലമായ ഹിന്ദും ജമാഅത്തെ ഇസ്ലാമിയും APCR പോലുള്ള പൗരാവകാശ സംഘടനകളും ബാർമറിൽ എത്തിയപ്പോൾ കണ്ടത് വിശ്വാസം വ്രണപ്പെട്ട ഒരു ജനതയുടെ നീറുന്ന കണ്ണുകളാണ്. തകർക്കപ്പെട്ട ഗ്രാമങ്ങളിലൂടെ 4 ദിവസമായി സന്ദർശനം നടത്തിയ ജമാഅത്തെ ഇസ്ലാമി APCR സംഘം നേരിട്ടു കണ്ടത് ഭരണകൂട ഭീകരതയുടെ ഞെട്ടിക്കുന്ന രേഖകളാണ്. തകർന്ന ആരാധനാലയങ്ങളുടെ കണക്കെടുപ്പും നിയമ നടപടികളും അവർ ആരംഭിച്ചു കഴിഞ്ഞു. രാജസ്ഥാൻ ഹൈക്കോടതിയിൽ ഈ ഭരണകൂട ഭീകരതയെ ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് അവർ. പള്ളികൾക്ക് പുറമെ ഹസ്രത്ത് മഹ്മൂദ് ഷാ ജീലാനിയുടെ ശവകുടീരം വരെ അവർ തകർത്തു. ചരിത്രത്തെയും പാരമ്പര്യത്തെയും തുടച്ചു നീക്കി വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം കൊണ്ട് ഇന്ത്യയെ പുനർനിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് RSS. സമയം വൈകിയിരിക്കുന്നു. മതേതര ജനാധിപത്യ ഇന്ത്യ കണ്ണു തുറക്കേണ്ടിയിരിക്കുന്നു. ബാബരിക്ക് ശേഷം മതനോന്മാദത്തിലായ ഹിന്ദുത്വം അശോക് സിംഗിളിലൂടെ 7000 പള്ളി വരെ പൊളിക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ 2014 ശേഷം 100 കണക്കിന് പള്ളികളും മദ്രസകളും ദർഗകളുമാണ് ഇവിടെ തകർക്കപ്പെട്ടത്. ഈ അക്രമം ഇവിടെ അവസാനിക്കില്ല. ഇനിയും ചോദ്യം ചെയ്തില്ലെങ്കിൽ നാളെ രാജ്യത്ത് എവിടെയും ആരാധനാലയങ്ങൾ തകർക്കപ്പെടാം. ഓർക്കുക, നിശബ്ദത ഈ ക്രൂരതയ്ക്ക് നൽകുന്ന പിന്തുണയാണ്. നീതിക്കു വേണ്ടി ശബ്ദമുയർത്തുക. നീതി ഉറപ്പാക്കാൻ ജനാധിപത്യം ഒന്നിച്ചു നിൽക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.